ആ എന്തൊരു താൻ കൺട്രോൾ റൂമിൽ പോയില്ലേ? ഈ സ്റ്റോർ വരെ വന്നാണ് വക്കി ടോക്കിക്ക് ഒരു കംപ്ലൈന്റ്. ഓ ബാബു അവിടെ അല്ലേ? ഉണ്ട് സാർ. ഇപ്പോൾ നോ പാർക്കിന് പെറ്റിയടിക്കാൻ വേണ്ടി ഒരു സ്ത്രീ വന്നില്ലേ? വന്നിരുന്നു. ആ വെളുത്ത് സുന്ദരിയായ സ്ത്രീ രഘുവിന്റെ പരിചയക്കാരിയാണോ? അല്ല, ഞാൻ പെറ്റിയടിച്ച. ആ എന്താ രഘു ഇത്? നമ്മളൊക്കെ ജനമൈത്രി പോലീസുകാരല്ലേ? ഒന്നാമത് ഭർത്താവ് ഗൾഫിലുള്ള സ്ത്രീ നാട്ടിൽ ആരും സഹായത്തിനില്ല. നമ്മളൊക്കെ അല്ലേ സഹായിക്കേണ്ടത്? നമ്പർ ഞാൻ മേടിച്ചിട്ടുണ്ട്. സൗകര്യം പോലെ അടിക്കാലോ. പെറ്റി. ശരി സാർ. രഘു സല്യൂട്ട് സാർ. മലരേ ജെയിംസ് സാർ പൊക്കോട്ടെ. ഞാൻ ചുമ്മാ പോയിക്കോട്ടെ സാർ. ഇത്ര പെട്ടെന്ന് കിട്ടിയ പോയിക്കോട്ടെ സാർ. ആ ഖാൻ മോനങ്ങനെ അവളെ വിളിച്ചാണ്ടല്ലോ, അവൻ രണ്ടങ്ങോട് ചവിട്ടി പൊട്ടിങ്ങ. അതൊക്കെ പൊട്ടിക്കാലോ, നീ കാര്യം പറ. എടാ, അവൻ അനുവിന്റെ നമ്പർ മേടിച്ചിട്ട് പെറ്റിയടിക്കാൻ പറ്റുന്ന ചേട്ടാ. വേണു തങ്ങാത്ത നീ എന്ത് കയറി പൊട്ടിക്കാതെ വാ. ബാടോ, എനിക്ക് അവളോട് സംസാരിക്കണം. ആ ഖാന്റെ ഫോണിലുണ്ട് അവളുടെ നമ്പർ. സംസാരിക്കാലോ, വാ. പെട്ടെന്നൊന്നും ഉണ്ടായതല്ല. അനുവിനെ കെട്ടാൻ വേണ്ടി ഞാൻ പോലീസായിരുന്നു, അല്ലാതെ മനുഷ്യന്മാരായിരിക്കും പോലീസാണ്. അനു വരുന്നതിന് മുമ്പ് പോലീസുകാരെ കണ്ട് എനിക്ക് ചവിട്ടി കൊല്ലാൻ തോന്നുന്നു. ഇതാ കിടക്കണത്. ഞാനാണ് ഇപ്പൊ കാക്കിയിട്ടിരിക്കുന്നത്. എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ സംസാരിക്കണം, അല്ലാതെ വേറെ ഒന്നും വേണം. സംസാരിക്കുന്നത് ഇത്ര വലിയ തെറ്റാണ്? തെറ്റല്ല, പക്ഷെ നമ്മളൊരു കാര്യം പറഞ്ഞാൽ അപ്പ വിട്ടേക്കാം. താൻ വലിയ സാറേ, ഇതിപ്പോ തന്റെ പഴയ കാമുകിയായിരുന്നു, താൻ സൈബറിൽ വിളിച്ച് അന്വേഷണോടൂ. ഓ പിന്നെ എന്റെ പഴയ കാമുകിയുടെ ഇരട്ടി പേരെന്നറിയോ? തുപ്പൽ റാണി. അവൾ സംസാരിച്ചാലേ തുപ്പൽ കയറിക്കും. താൻ സംസാരിക്കുമ്പോൾ അവർ തല കയറിക്കാം. എന്തോന്ന്? ഒന്നുമില്ല. തനിക്കറിയാലോ, അനുരാധ ഇപ്പൊ നല്ല റിച്ച് സെറ്റപ്പിലാ. താനാ പഴയ പോലെ ഉത്ത സെറ്റപ്പ്. എന്ത് പറഞ്ഞാലും ഒരു കൊണച്ച ന്യായം. ഓ, താൻ പറഞ്ഞ അന്യായം. തനിക്കിപ്പോ അനുരാധയായിട്ട് സംസാരിക്കണം, അത്രയല്ലേ ഉള്ളൂ. നമുക്ക് വഴി ഉണ്ടാക്കാം, വാ. അമ്മണിയമ്മേ, മോനെന്തിയേ? അവനെ പറ്റി എന്നോടൊന്നും ചോദിക്കണ്ട സാറേ. സമാധാനം തരാത്ത ഒരു മോൻ. ഈ അഡ്രസ്സൊക്കെ തപ്പിപ്പോവാന്ന് പറഞ്ഞാൽ ചീള് കേസാണ്. ഇർഫാനോട് ചോദിച്ചാലോ? വേറെ ആരെങ്കിലും നടന്നേനെ. ഇതിപ്പോ ആള് വേറെയാ. താൻ കഴിക്കേ. തനിക്കിപ്പോ നമ്പർ വേണം, അത്രയല്ലേ ഉള്ളൂ. ഇർഫാൻ സാർ അറിയരുത്. ഇർഫാൻ നല്ല ആരും അറിയരുത്. നമ്പർ അയാളുടെ കയ്യിൽ നിന്ന് കളയും വേണം. വഴി ഉണ്ടാക്കാം. നമുക്ക് ആ മഹേഷിനോട് പറഞ്ഞാലോ? ആ ഇർഫാന്റെ വാലേ. എടാ, എനിക്കാന്ന് പറഞ്ഞാൽ നടക്കില്ല. ഒരിക്കൽ ഞാൻ അവന്റെ കുത്തിന് പിടിച്ചിട്ടില്ല. ഇതാ കുഴപ്പം. എന്തെങ്കിലും ഒന്ന് ചെയ്യടാ. വരട്ടെ. ജാസോടോ, എൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡേറ്റാസ് ഉണ്ട്. എൻ്റെ കുറച്ച് ഫോട്ടോസ് ഉണ്ട്. താൻ വിചാരിച്ച അവൾ പുറത്തേക്ക് വരും. ഒന്ന് ട്രൈ ചെയ്യൂ. ഓക്കെ ചേച്ചി, ഓക്കെ. ശരിയാവൂ. പെട്രോൾ അടിച്ചാൽ തീരാവുന്ന കാര്യമുള്ളൂ. അവളെന്ത് സെൽഫിഷാണ്. വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല, തിരിച്ചു വിളിക്കണില്ല. എൻ്റെ ഫോണാണ് സ്വിച്ച് ഓഫ്. ഊരട്ടെ. എന്ത് എൻജിൻ? ഫക്രു, ഇയാളെ പണിയെടുക്കാനാണ് എന്റെ വണ്ടി എടുത്തോണ്ട് പോകട്ടാ. ഒന്ന് ശരിയാക്കി തന്നിട്ട് ശരിയാക്കാം. നീ ചാരിൽ അഴുക്കാവും. വിട്ടിട്ട് പോടോ കളി. ഞാൻ പറയണത് ഞാൻ അപ്പോഴേ പറഞ്ഞത് ഇതൊക്കെ മേടിച്ച് തല വെക്കുമ്പോ ഇനി ഷഡ്ഡി ഊരിക്കൊണ്ടോണ്ട് സൂക്ഷിച്ചോ. ഓ, ഞാൻ ഊരിക്കൊണ്ടുവന്ന കൂട്ടത്തിൽ നീയെ കുറെ തിന്നിട്ടുണ്ടല്ലോ. പിന്നെ നീ എന്തിനാ എന്നെ? നീ ഇവിടുന്ന് സെന്റി അടിക്കണ്ട, അവളുടെ അടുത്ത് പോയി സെന്റി അടിക്കി. ചിലപ്പോൾ കാര്യം നടക്കും. സെന്റി ഒന്നും അടിച്ച് ശരിയാവില്ല. എനിക്ക് എൻ്റെ ഫോൺ കിട്ടിയാൽ മതി. ഫോൺ കിട്ടിയാൽ മതിയാ? ചോദിച്ചാ പോരെ. താജുമ കൊണച്ച കോമഡി അടിക്കരുത്. താൻ ഒറ്റ ഒരുത്തം കാരണം ഞാനിപ്പോ ഈ അവസ്ഥയിൽ ഇവിടെ ഇരിക്കണത്. ഞാനാ? അവളവിടെ ഉണ്ടാവും. എന്തിനാ? അവളെവിടെ ഉണ്ടാവുന്നു. തപ്പം നിങ്ങളിപ്പോ എന്താ ചെയ്യണ? ഓയി നോക്കാൻ നീ വന്നേ. ഒന്നും നോക്കാനില്ല. അന്ന് കളിക്കത്തിട്ടെൻ്റെ അടുത്ത് കയറ്. ആശാനെ എവിടെ പോണു? ഇപ്പൊ ഒരാടെ നിന്റെ മൈലേജ് നോക്കിട്ട് വരാം. ഹെൽമെറ്റ് നോക്കട്ടെ. എന്താണത്? ഹെൽമെറ്റ് നോക്കട്ടെ. വണ്ടി തരൂ. ശരിയാക്കി തരാടാ. ഇപ്പൊ വരൂ. പോരാടാ. വണ്ടി പെട്രോൾ വേണ്ടോ? എടാ രഘു, ശരിക്കും അത് അവള് തന്നെയാണ്. വെറുതെ ഇല്ലാത്ത വയ്യാവലൊന്നും പിടിച്ച് തലയിൽ കയറ്റരുത്. ഈടോ, അവളുടെ കഴുത്തിലൊരു കാക്കപ്പുള്ളി ഉണ്ടോ? എനിക്ക് നല്ല ഓർമ്മയത്. ഓഹോ. ഹലോ കുട്ടി, എലീനെ കണ്ടു കുട്ടി? അകത്തുണ്ട്. ഓക്കെ. എലി. ജസു, ഞാൻ പോവാ. എലി, എന്റെ ഫോൺ തന്നെ. നീ ചുമ്മാ തമാശ കളിക്കില്ലേ? നീ തമാശക്കാണോ ഇന്നലെ അബി എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞേ? ആണോ? മതി, ഇപ്പൊ സമയം കളയണ്ട. എല്ലാം നിർത്തിയില്ലേ? ഫോൺ കൊടുത്തേക്ക്. താനല്ലേ ഫക്രു? താനൊക്കെ പുഴുത്ത ചാവൂടാ ദ്രോഹി.
ഇവളൊക്കെ വിട്ട് നിന്റെ ഭാഗ്യം ഉണ്ടാ വായിലിരിപ്പണ്ടാ ഏയ് ജാസു നോക്ക് നോക്കി ഒന്ന് പറയണം. നിങ്ങളായി നിങ്ങളുടെ പാടായി എന്നെ വെറുതെ വിട്ടേക്ക്. എല്ലാം ഒരേ കണക്കാണല്ലോ. ഇന്നലെ നീ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയപ്പോ എനിക്ക് എന്തോരം വിഷമമെന്ന് അറിയോ ബി? അയ്യോ കറന്റ് ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ ഓക്കെ നീ ഒന്ന് ചോദിച്ചോ? നിനക്കൊക്കെ ഫോൺ എന്തിനാ എനിക്ക് മനസ്സിലാവുണ്ട്. ഞാൻ തന്നില്ല, നീ പോ. നിന്നോടാണ് എന്റെ ഫോൺ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ചെക്ക് ചെയ്തോണ്ടല്ലേ എനിക്കൊക്കെ മനസ്സിലായേ. കുട്ടി നീ പോട പട്ടി. പട്ടീന്നാ എന്നെ ഞാൻ പോലും വിളിച്ചിട്ടൊരു പട്ടീനെ പട്ടീന്ന്. ഫക്രു വാടാ താനൊന്ന് പോയി. എടി എന്റെ ഫോൺ തന്നെ. ദേഷ്യം വന്ന് ഞാൻ പഴപ്പട്ടി ഞാൻ മേടിച്ചോളാം നിന്റെ ഫോൺ. കേറാം. താനിത് എങ്ങോട്ടാ പോണേ? നീ വാ. പട്ടീന്നാ എന്താ ചെയ്യാൻ പോണേ? എടോ അവൾ ഫോൺ തരില്ല. ബോഡി പൊട്ടി. എടോ ഫക്രു, എടോ, അതേതോ മാലവറി വെച്ചാണല്ലോ. എടോ ദേ അവിടുത്തെ കല്ലെടുത്ത്. വെച്ചുപിടി, വേഗം വിട്ടോ. ഇത്രേ ഉള്ളൂ സ്പീഡ്. ശ്ശേ. ഏ, ഒരു പോലീസ് പോലീസ് പോലീസ്. ഇവന്മാരൊക്കെ ഒന്നാം തരം ബൈക്കൊക്കെ ആയിട്ടാ. എടാ അച്ഛനാണ്. അച്ഛനാണ് വീട്ടിരുന്നൂടെ? എന്തിനാ നമ്മളോട് ചെറുതാ? ഡാ, നിർത്തടാ. ഡാ, അച്ഛനാണ് പിടിച്ച നല്ല ഇടി കിട്ടും. മൂക്കിലിട്ട് കിട്ടും ഇടി. പോണ പോക്ക്. നിക്കടോ. എന്തെങ്കിലും ഐഡിയ മനസ്സിലുണ്ടോ? പെട്രോൾ അടിക്കാൻ കയറിയല്ല. പെട്രോൾ പിടിക്കാൻ. ഇടവഴിയൊക്കെ അവൻ കയറി ഓടുക. കുഴപ്പമില്ല സാർ, ഞാൻ എടുത്തോളാം. വീണതാണ് സ്റ്റാൻഡിൽ നിന്ന്. വേണ്ട വേണ്ട, പിടിച്ചാ വണ്ടി കയറി. വണ്ടി കയറി. ഫോൺ മോഷ്ടിക്കുന്നു. കൂട്ടാൻ വേണ്ടിയാണ് സാർ, തമാശക്കാണ് സാർ. തമാശക്ക് ഫോൺ മോഷ്ടിക്കും. അപ്പൊ സീരിയസ് ആണെങ്കിൽ ബാങ്ക് മോഷ്ടിക്കല്ല. ഇല്ല സാർ, ഫോൺ എന്തിനാണ് ഫോൺ മോഷ്ടിച്ചത്? കൂട്ടാരത്തിനാണ് സാർ. എന്താണ് എന്റെ പേര്? എന്താടാ കഞ്ചാവ്? കഞ്ചാവ് ഇല്ല, സത്യമായിട്ടില്ല, തരില്ല ഞാൻ. ഇല്ല, നിനക്ക് ഇല്ല. വിളിച്ച നിക്കാൻ പാടില്ല. കേട്ടില്ല സാർ. കാണിച്ചു തരടാ. എന്തെടുക്കാൻ പോയാണ്? തോക്കാണ്. അതെ രഘു, ഒരു മിനിറ്റ്. ദേ സാർ വിളിക്കണ. ചോര ഇല്ല സാർ. ഒരു ഐഡിയ. എന്താണ്? എന്തെങ്കിലും കേൾക്കുന്നതിന് മുന്നിട്ട് ഒരു ചാടകം ചെയ്യരുത്. കാര്യം പറ. തനിക്ക് ഇർഫാൻ സാറിന്റെ ഫോൺ വേണോ? ആ, അത് ഇവരെ കൊണ്ടെടുപ്പിച്ചാലോ? അത് നീ അറിയാം, നമുക്കറിയില്ലോ. അറിയണ്ടല്ലോ, അതല്ലേ നമുക്ക് വേണ്ടത്. നോക്ക് അവന്റെ മുഖത്ത് എന്തൊരു ഐശ്വര്യം ഒന്ന്. എന്താടാ? ഒന്നുമില്ല. എന്താണ് എന്റെ പേര്? ഫക്രു. എന്തോന്ന്? ഫക്രുദ്ദീൻ. ഫക്രുദ്ദീൻ. എന്ത് നല്ല പേര്. നീ ഫോൺ മോട്ടിക്കടാ. ഇല്ല സാർ. ഇല്ലേ? മോഷ്ടിക്കില്ല, പട്ടി. ഇതെന്താ? വേണ്ട, ചുമ്മാ അവൻ ചെയ്യും. ഇന്നെങ്ങാനും വരുമോ? ഒറ്റക്ക് നിന്നോട്ടോ. പേടിയുണ്ടോ? ഇറങ്ങിക്കൂടെ കടന്ന് ഒരുമാതിരി കൂടെ നിന്നിട്ട് മുങ്ങിക്കളയുന്ന പരിപാടിയാണ് ഞാൻ കരുതിട്ടാ. പരിപാടി അച്ഛനായതുകൊണ്ടല്ലേ? പറഞ്ഞുകൂടായിരുന്ന കൂട്ടാനത് പറഞ്ഞുകൂടായിരുന്നു അച്ഛൻ്റെ അടുത്ത്. ഞാൻ നിന്റെ കൂടെ അവിടെ നിന്നിരുന്നെങ്കിൽ അപ്പഴ എന്റെ നാട്ടിൽ ഊരെടുത്തേന്. ഫോൺ തട്ടിപ്പറിക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞു. ഇപ്പൊ അതായി കാര്യം. എനിക്ക് കിട്ടിയപ്പോ എനിക്ക് മാത്രം കിട്ടി. ഞാനിപ്പം ബൈക്ക് മോഷണമായി, മാലവറയിനായി, കള്ളനായി. നിന്റെ അച്ഛൻ വേറെ ജോലി കൂടി തന്നിട്ട് അറിയോ? ശരിക്കും എന്താണ് സംഭവിച്ചത്? ഇവൻ പറഞ്ഞില്ല കാര്യമൊന്നും. പോയി ബിരിയാണി മേടിക്കണ എന്തോക്കിക്കണ ബൈക്ക് ഇത് ഇവരുടെ അച്ഛൻ ചോദിക്കി. ഇവന്റെ അച്ഛനെ എടുത്തു പോയത്. ചേട്ടൻ എനിക്ക് വീട്ടിൽ പോണം. ഒന്ന് പോർക്കാന്ന് നിന്റെ നോക്ക്, ഞാൻ എങ്ങനെ വീട്ടിൽ പോവും? ഈ സിഐയുടെ ഫോൺ അടിച്ചു മാറ്റാന്ന് പറഞ്ഞാൽ ചെറിയ പരിപാടിയല്ല. അതെ, നല്ല ഇടി ഇനിയും കിട്ടും. ഉറപ്പായിട്ടും. അതിന് നീ എന്തിനാ കരയണ? കരയണല്ല, കണ്ണിന്ന് വെള്ളം തന്നെയാണ്. അതിൽ ചോദിച്ചു എന്തിനാ കരയണേന്ന്. എനിക്ക് മനസ്സിലാവത്തെ. ഇത് അവർക്ക് തന്നെ ചോദിച്ചാ പോരെ? അതെന്നെ എനിക്ക് അപ്പൊ തോന്നിയത് തന്നെ. ഇവരൊക്കെ ഒരുമിച്ചാ വർക്കിന്, ഇവരൊക്കെ അങ്ങോട്ട് ചോദിച്ചാ പോരെ. പിന്നെ നിന്റെ അച്ഛനോട് പറയുന്നില്ലട്ടാ, ഇയാൾക്ക് മിണ്ടാനും പറ്റില്ല, മിണ്ടാതിരിക്കാനും പറ്റില്ല. അടിയോട് അടിയാണ്. എന്താണ് ഇങ്ങനെയുണ്ട് ജീവികള്? നമുക്കിതിനൊരു കാര്യം ആലോചിച്ച് തീരുമാനിക്കണോട്ടാ. ഫക്ർ ഭായ്, ഇതൊന്ന് ആലോചിക്കണം. അതേടാ, നമുക്ക് ആലോചിക്കണം. എനിക്ക് 2-3 ദിവസത്തെ ചെറിയ ഡ്രോയിങ് ബാക്കിയുണ്ട്. ഞാൻ പോയിട്ട് വരാം. നീ വരുന്ന? ഞാൻ ലഡു. ഓ ഓ ഓ ഓ സന്തോഷമുണ്ട്. എല്ലാരും ഇങ്ങനെ തന്നെ ചെയ്യണോട്ടാ. കിളി, എനിക്ക് കുറച്ച് സാധനങ്ങൾ ഊരാനുണ്ട്. ആണല്ലേ? ഉരിക്കോ, എല്ലാരും ഉരിക്കോ. എനിക്ക് ഊരാൻ പറ്റില്ലല്ലോ, കാരണം ഞാനല്ലേ പെട്ടിരിക്കണേ.
അതൊന്ന് സൂം ചെയ്ത്. ഇവനെന്താ ഭ്രാന്താണ്? ഓ, പോയി നോക്കിയേ. അഭി, നിന്റെ വിചാരം എന്താ? നീ വേണ്ടാന്ന് പറയുമ്പോ ഞാൻ നിന്നെ ടേച്ച് പോകുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? ഞാൻ പോവില്ല. അഭി, നിന്റെ തീരുമാനം എന്താന്ന് എനിക്ക് ഇപ്പൊ അറിയണം. യെസ് ഓർ നോ? പോയാലോ? പോവാം. കഷ്ടം. എടാ ഈ പോലീസുകാരുണ്ടല്ലോ, നീ കേൾക്കണില്ലേ? എടാ ഈ പോലീസുകാർ പഴയ പോലെ ഇല്ലട്ടാ, പുതിയ പോലീസൊക്കെ എല്ലാം കാണാൻ പറ്റണ്ടാ. ഞാൻ ആ ബിൽഡിങ്ങിനോട് കയറുമ്പോ എല്ലാം കൂടി വട്ടിട്ട് പിടിക്കാൻ പോയടാ. കാര്യത്തിൽ പറഞ്ഞാണ് എല്ലാം കണ്ടാവും മതി. ദേ ഇവിടെ വന്നിട്ടാ. ഞാൻ പറഞ്ഞില്ലേ അവര് നമ്മളെ ചുറ്റിപ്പറ്റി തന്നെ നടക്കണ. പോയടാ അവര്? ഇല്ല. എന്താണ് അത്? മറ്റേ ഗ്രാഫിറ്റി മച്ചമ്മ അന്വേഷണം മായ്ക്കാൻ വേണ്ടി. അവരെവിടാ? അമ്മ 2 ദിവസമായിട്ട് കാണാനില്ല. അതാണ് കിട്ടുമ്പോ കൂടെ എല്ലാം കൂടി കിട്ടണണ്ടാ. മടുത്തിട്ട് എന്ത് ശല്യോടാ നിന്റെ അച്ഛനെ കൊണ്ട്. നീ ആ ഫോണിൽ വന്ന് വെറുപ്പാണി ഒന്നുമില്ല നിന്റെ അച്ഛന്. ആ ചേട്ടാ ഫോൺ കിട്ടി. രഘു സാറേ, ഡാ, അതിനകത്ത് അനുരാധ എന്നൊരു പേരുണ്ട്, അതെടുത്തേ. ഇല്ല, അങ്ങനെ ഒരു പേര് കോണ്ടാക്റ്റിലില്ല. എടാ വേഷം കെട്ട് എടുക്കലടാ. അതിൽ നമ്പർ ഉണ്ടെന്ന് എനിക്ക് വന്നിട്ട് അറിയാം. നീ നോക്ക്. പറടാ. നോക്കടാ. നമ്പർ ഉണ്ട് സാർ. ആ 9037 90 അവരാ 9037 252426. ബുക്കും പേപ്പറും സാറിന്റെ ബുക്കും പേപ്പറും. എടാ, ബുക്ക് അപ്പുറത്തെ ചായക്കടന്ന് വാങ്ങിച്ചോ നീ. ഇനിയെങ്കിലും നന്നാവും നോക്കടാ ചേട്ടൻ. എന്നോട് തന്നോട് താൻ എന്തിനാ എന്റെ നമ്പർ കൊടുത്ത്? നിന്റെ അതാണ്ട് ഒരു കേട്ട് പരിചയം. എടാ നിന്റെ നമ്പർ ആകുമ്പോ ഓക്കെ അല്ലേ? അച്ഛൻ വിളിക്കുമ്പോ നീ ഫോൺ എടുക്കണ്ട. എടുക്കണ്ട വന്നെടുത്തോളും. ഉറപ്പാണ് നിന്റെ മൂക്കിട്ടടി ഉറപ്പാണ്.